ഇത് സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്ന പുസ്തകം എന്തുകൊണ്ടായിരിക്കാം നിരവധി ആളുകൾ വായിക്കുമെന്ന് ഈ കാലഘട്ടത്തിൽ പറയാനുള്ള കാരണം എന്നുള്ളത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഞാൻ ഈ പുസ്തകം പല പ്രാവശ്യം വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു ചിലപ്പോൾ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ചിന്തയായിട്ട് തോന്നും. ഇതുമായി സാമ്യപ്പെടുത്താൻ പറ്റുന്ന പല ബുക്കുകളുണ്ട്. മില്യനെയർ മൈൻഡ് സെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ എന്നുള്ള പുസ്തകങ്ങളുണ്ട്. ഇവിടെയെല്ലാം പറഞ്ഞു വയ്ക്കുന്നത് ഒരു മനുഷ്യന്, ശരാശരി മനുഷ്യന് എങ്ങനെ റിച്ച് ആകാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ചില ആളുകളുണ്ട് ബില്യണേഴ്സായി മാറുന്ന ആൾക്കാരുണ്ട്, സൂപ്പർ റിച്ചായി മാറുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് വേറൊരു ആംഗിളിലാണ് പറയുന്നത്. ഇപ്പോൾ റോബർട്ട് കിയോസാക്കി എല്ലാം ആ ഒരു ആംഗിൾ പറയുന്നുണ്ട്. ആ പുസ്തകത്തിൻ്റെ പകുതി ഭാഗം വേറൊരു ആംഗിളിൽ സംസാരിക്കുന്നുണ്ട്. ഈ സൈക്കോളജി ഓഫ് റിച്ച്, ഗെറ്റിംഗ് റിച്ച് എന്ന് പറയുന്ന പുസ്തകം, അല്ലെങ്കിൽ സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്ന പുസ്തകം ഹിറ്റാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു പ്രായോഗിക തലത്തിലുള്ള ഒപ്പം തന്നെ ഒരു കൺവെൻഷണൽ ആയിട്ട് നോളജാണ് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ റിസ്കിനെ കുറിച്ച് പറഞ്ഞു, അതല്ലെങ്കിൽ ലക്കിനെ കുറിച്ച് പറഞ്ഞു, പ്ലാനിങ്ങിനെ കുറിച്ചെല്ലാം പറഞ്ഞു. അപ്പോൾ പലരും വിചാരിക്കുന്നത് റിച്ച് ആകുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള എന്തോ കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണെന്നുള്ളതാണ്. ഈ പുസ്തകത്തിൽ ഒരു അധ്യായം എന്ന് പറയുന്നത് സ്റ്റേയിങ് റിച്ച് എന്ന് പറയുന്നൊരു അധ്യായം തന്നെയുണ്ട്. ഗെറ്റിംഗ് വെൽത്തി വേഴ്സസ് സ്റ്റേയിങ് വെൽത്തി. ഇതിനകത്ത് പറയുന്നത് വെൽത്തി ആകുക എന്നുള്ള ഒരു പക്ഷേ സാധ്യമാകുന്ന കാര്യമായിരിക്കാം. ഗെറ്റിംഗ് വെൽത്തി അല്ലെങ്കിൽ റിച്ച് ആകുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാകണമെന്നില്ല. ഗെറ്റിംഗ് വെൽത്തി മേ ബി ഈസി, ബട്ട് സ്റ്റേയിങ് വെൽത്തി ഈസ് വെരി വെരി ഡിഫിക്കൾട്ട്. പല പട്ടണങ്ങളിലും കാണും ലോട്ടറി അടിച്ച ആളുകൾ. കുറേ പണം ലോട്ടറി അടിച്ചു, കുറേ സ്വത്ത് ഉണ്ടായി, പക്ഷേ അവർക്ക് റിച്ചായി സ്റ്റേ ചെയ്യാൻ സാധിച്ചില്ല. അവരുടെ പണമെല്ലാം ഒരു സമയത്ത് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പണത്തെ എങ്ങനെ സേവ് ചെയ്യണമെന്ന് കൃത്യമായ ബോധ്യമില്ല. രണ്ട്, ഈ പണത്തെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വ്യക്തമായ ബോധ്യമില്ല. അതാണ് ഈ പണത്തെക്കുറിച്ചുള്ള അറിവ് വ്യക്തമായില്ല എങ്കിൽ, പണത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല എങ്കിൽ നാം എത്ര റിച്ച് ആയാലും അത് മൊത്തത്തിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഈ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷം ആളുകളും പണം നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ ഈ ലോട്ടറി അടിച്ചിട്ടുള്ള ആളുകളിൽ ബഹുഭൂരിപക്ഷം ആളുകളും പാപ്പരായി മാറുകയാണ്. അപ്പോൾ അതുപോലെ ലോട്ടറി എടുക്കുന്ന ആളുകൾ തന്നെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ലോട്ടറി അടിക്കുന്നുള്ളൂ. ലോട്ടറി എടുക്കുന്നവർ തന്നെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും വീണ്ടും ദാരിദ്ര്യരായി പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഗെറ്റിംഗ് റിച്ച് എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഈസി അല്ലെങ്കിൽ കൂടെയും സ്റ്റേയിങ് റിച്ച് എന്ന് പറയുന്നതാണ് ഏറ്റവും അധികം ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിനകത്ത് ധാരാളം എക്സാമ്പിൾസ് എല്ലാം കാണുവാൻ സാധിക്കും. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നെല്ലാം ധാരാളം പണം കിട്ടിയവർ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് വലിയ ലാഭം കിട്ടിയവർ, പെട്ടെന്നൊരു ലാഭം കിട്ടുന്നു, ആ ലാഭത്തിൽ അവർ തങ്ങളെ തന്നെ മറന്നു പോവുകയാണ്. വളരെ ഇമ്പൾസീവായി അവർ ആക്ട് ചെയ്ത് പോവുകയാണ്. അവർ ഈ പണത്തെ എങ്ങനെ വൈസായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ റൊണാൾഡ് റീഗൻ ആണെങ്കിലും, ഒപ്പം തന്നെ റൊണാൾഡ് റീഡ് ആണെങ്കിലും, വാരൻ ബഫറ്റ് ആണെങ്കിലും, ഇവരുടെയൊക്കെ ജീവിതത്തിലെ പല പാഠങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് ജനറലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നവരാണ്. കൺസിസ്റ്റൻ്റായി ഇൻവെസ്റ്റ് ചെയ്ത് കോമ്പൗണ്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു കാര്യം പ്രധാനമായി നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഗെറ്റിംഗ് റിച്ച് വേഴ്സസ് സ്റ്റേയിങ് വെൽത്തി. ഈ പുസ്തകത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അത് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയും. എങ്ങനെ ഉള്ള പണത്തെ നമുക്ക് നിലനിർത്താൻ സാധിക്കും, അതിന് എന്ത് മനോഭാവമാണ് വേണ്ടത്, ഏത് രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് സേവ് ചെയ്യേണ്ടത്, എങ്ങനെ സേവ് ചെയ്യണം, ഈ ഒരു സൈക്കോളജിയാണ് നാം ഈ പുസ്തകത്തിൽ വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ പുസ്തകത്തിൻ്റെ ആശയങ്ങൾ ഏകദേശം ഒരു 15-20 വീഡിയോയിലൂടെ നാം കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, ഇവൻ റിച്ച് ഡാഡ് പൂർ ഡാഡ് ചില ഭാഗങ്ങൾ, ഒപ്പം തന്നെ മില്യനെയർ മൈൻഡ് സെറ്റ്. ഓൾറെഡി എനിക്ക് വന്ന് 17-20 പുസ്തകങ്ങൾ നമ്മൾ ഈ വീഡിയോ സീരീസിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കോഴ്സിൻ്റെ ഭാഗമായി നമുക്ക് തീർച്ചയായും ഈ ഒരു സൈക്കോളജി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കെൻ ഹോണ്ട പോലെയുള്ള മൈൻഡ് വാല്യൂ പ്രൊജക്റ്റിൻ്റെ മേക്കിംഗ് പീസ് വിത്ത് മണി എന്ന് പറയുന്ന ആശയം എല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. തീർച്ചയായും ഈ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ആശയം മനസ്സിലാക്കുക, എങ്ങനെ ലഭിച്ച പണത്തെ നിലനിർത്താൻ സാധിക്കും, അല്ലെങ്കിൽ ലഭിച്ച പണത്തെ എങ്ങനെ ബുദ്ധിപരമായി വൈസായി ഇൻവെസ്റ്റ് ചെയ്തും സേവ് ചെയ്തും നമുക്ക് നമ്മുടെ ബിഹേവിയറിലൂടെ ഒരു മാറ്റം കൊണ്ടുവരാമെന്നുള്ള തീർച്ചയായും ചിന്തിക്കുക. ഇത് വലിയ മാറ്റം വരട്ടെ. ഓൾ ദി ബെസ്റ്റ്.